പിന്നെ വേറൊരു കാര്യം പറയുന്നത് ഗണപതി ഹോമത്തിനെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ വീടിപ്പോൾ അമ്പലത്തിന്റെ അടുത്താണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്ത പക്ഷം നമ്മുടെ വീടുകളിൽ തന്നെ ഗണപതി ഹോമം നടത്തണം എന്നാണ് പറയുക. അതെന്തിനാന്ന് വെച്ചാൽ പണ്ട് കാലത്ത് അത് നല്ലതാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യും, പക്ഷെ ഇന്നത്തെ കാലത്ത് പോസിറ്റീവ് എനർജി ലഭിക്കുന്നു എന്ന് തന്നെ പറയണം. കാരണം ഗണപതി ഹോമത്തിന്റെ ആ ഒരു പുക നമ്മുടെ വീടിന്റെ മുക്കും മൂലയിലൊക്കെ കയറും. അത് ശ്വസിക്കുന്നതും നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്ന് പറയും. അത്രയും ശുദ്ധീകരിക്കാനായിട്ട് നെഗറ്റീവ് എനർജിയൊക്കെ കളഞ്ഞ് പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതിനാണ് ഗണപതി ഹോമം നടത്തുന്നത് എന്ന് പറയാം. അതേപോലെ തന്നെ ആനയൂട്ടിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലേ. ആനയൂട്ട് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു പേരാണ്. സുഖചികിത്സകൾ ആനയ്ക്ക് നടക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ പുന്നത്തൂർ കോട്ടയിലും ആനകൾക്ക് സുഖചികിത്സ നടക്കുകയാണ്. മനുഷ്യർക്കും ഈ ഒരു സുഖചികിത്സ നടത്തുന്ന ഒരു സമയമാണ് കേട്ടോ ഈ രാമായണ മാസം അല്ലെങ്കിൽ കർക്കിടക മാസം. അപ്പോൾ ഈ ഒരു മാസം ഈ വരുന്ന 17-ാം തീയതി 30 വ്യാഴാഴ്ചയാണ് തുടങ്ങുന്നത്. എല്ലാവർക്കും രാമായണം നന്നായി വായിക്കാനായിട്ട്, മുഴുവനായിട്ട് വായിക്കാനായിട്ട് സാധിക്കട്ടെ. രാമായണ മാസത്തിന്റെ പുണ്യം ഏവർക്കും ലഭിക്കട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ.